أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ പണ്ഡിതന്മാരെ, നമ്മുടെ ജംഉൽ ജവാമിയുടെ 64ാമത്തെ സബഖ് മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. ഇവിടെ ഇപ്പോൾ അംറിനെ കുറിച്ച് നഫ്സിയായ അംറ്, ലഫ്ലിയായ അംറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കി തന്നെയാണ് മസ്അലത്ത് കൊണ്ട് പറയുന്നത്. അൽ ഖായിലൂന ബിൻ നഫ്സി മിനൽ കലാമി, കലാമിൽ. അപ്പൊ കലാമിൽ ലഫ്ലിയായ കലാമും നഫ്സിയായ കലാം എന്ന് പറയുമ്പോൾ അള്ളാന്റെ കലാമിനെ കുറിച്ചാണ് ഈ നഫ്സി എന്ന് പറയുന്നത്. അപ്പൊ ആ കലാമിൽ നിന്ന് നഫ്സി ഉണ്ട്, അതുകൊണ്ട് സംസാരിക്കുന്നവർ ഒമിൻഹും ആ ഖായിലുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അൽ അശാഇറത്തു, അശാഇറത്തുകൾ. അവ നഫ്സി കൊണ്ട് സംസാരിക്കുന്ന വിഭാഗത്തിൽ അശാഇറത്തും പെടും. അങ്ങനെ പറയുന്ന വിഭാഗം ഇഖ്തലഫു, അവര് ഭിന്നമായിട്ടുണ്ട്. എന്ത് ഭിന്നമായത്? ഹല്ലിൽ അംറിൻ നഫ്സി, നഫ്സിയായ അംറിന് ഉണ്ടോ? അതായത് നഫ്സി അള്ളാന്റെ അള്ളാന്റെ ദാത്തിൽ നിൽക്കുന്ന ആ കലാമായി വരുന്ന അംറുണ്ടല്ലോ, അതാ നഫ്സിൽ അംറ്. ആ നഫ്സുൽ അംറിന് ഉണ്ടോ? സിഅത്തുൻ തഖുസ്സുഹു, ആ അംറിനെ പ്രത്യേകമാക്കാൻ പറ്റുന്ന ഒരു വചനം ഉണ്ടോ, ഒരു സീഗയുണ്ടോ? നഫ്സിയ കലാമിലല്ല തർക്കം, ആ നഫ്സിയ കലാമിന് വരുന്ന അംറുണ്ട്, ആ അംറിന് അങ്ങനെ സീഗയുണ്ടോ എന്നല്ല തർക്കം. ഈ തഖ്സീസ് എങ്ങനെ കിട്ടുക? അന്തതുല്ല, ആ സീഗ അറിയിക്കൽ കൊണ്ടാണ്. അലൈഹി, അംറിന്റെ മേലില്. ദൂന വൈരിഹി, അതല്ലാത്തതിനെ കൂടാതെയായ നിലയിൽ മറ്റൊന്നിന്റെ മേലില്ലാതെ അംറിന്റെ മേൽ അറിയിക്കണം ഈ സീഗ. അങ്ങനെ പ്രത്യേകമാക്കാൻ പറ്റുന്നൊരു സീഗ അംറിനുണ്ടോ ഇല്ലേ, ഇവിടെയാണ് തർക്കമുള്ളത്. ഫഖീല, അങ്ങനെ പറയുന്ന തർക്കത്തിൽ ഒരഭിപ്രായം പറയുന്നതിന് അങ്ങനെ പ്രത്യേകമാക്കുന്ന ഒരു സീഗയുണ്ട് എന്നാണ്. വഖീല, പറയപ്പെട്ടിട്ടുണ്ടില്ല, ഇല്ല എന്നുമാണ്. എന്നാൽ അങ്ങനെ ഉണ്ടെന്നും ഇല്ലെന്നും തർക്കമുണ്ടായിരിക്കെ, എന്നാൽ ഇല്ല എന്ന് പറയുന്നത് ആരെ തൊട്ട് പറഞ്ഞിട്ടുണ്ട്? വൻ നഫിയു, അങ്ങനെ ഒരു പ്രത്യേകമായ സീഗ ഇല്ല എന്ന നഫിയാകുന്നത് ആരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതാണ്? അനി ശൈഖ് അബുൽ ഹസൻ അൽ അശ്അരി വമൻ തബിഅഹു, അശ്അരി മദ്ഹബിൽപ്പെട്ടതായ, അശ്അരി കുടുംബത്തിൽപ്പെട്ടതായ ഷെയ്ഖ് അബുൽ ഹസൻ തങ്ങളെ തൊട്ടും മൂപ്പര കൂടെ അനുഗമിച്ച അയിമ്മത്തിനെ തൊട്ടും ഒക്കെ താബികളെ തൊട്ടൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്ത്? നബി. അപ്പൊ എന്തില്ല? തഖ്സീസാകുന്ന സീഗയില്ല എന്ന് പറയുന്നത്. ഫഖീല, എന്നാൽ നഫി വന്നതോടൊപ്പം ആ നഫി എന്തുകൊണ്ടുണ്ടായിന്ന? നഫി ഇല്ല എന്നുള്ളിടത്തുള്ള കീഴല്ല, നഫി ഉണ്ട് ഷെയ്ഖിനെ തൊട്ട്. ആ നഫി എന്തുകൊണ്ട് വന്നു? ഫഖീല, പറയപ്പെട്ടിട്ടുണ്ട് അന്നഫിയു, ഇവിടെ നഫി ഉള്ളത് ലിൽ വഖഫി, അത് വഖഫ് ഉണ്ടായത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അതിമി ദിറായത്ത്, ദിറായത്ത് ഇല്ല എന്നർത്ഥം കൊണ്ട്, അങ്ങനെ മനസ്സിലാക്കാനില്ല എന്നൊരർത്ഥം വെക്കുമ്പോൾ അങ്ങനെ വഖഫ് വന്നു. അപ്പൊ ആ നിലക്ക് നോക്കിയിട്ട് എന്ത് പറയാം? ഇവിടെ അങ്ങനെ തഖ്സീസാകുന്നൊരു സീഗ ഇല്ല എന്ന് പറയാം. എന്തുകൊണ്ടുള്ള ദിറായത്ത്? വിമാ, ഒന്നുകൊണ്ട് മുളിഅത്ത്, ആ സീഗയെ വെക്കപ്പെട്ടിട്ടുണ്ട്. ലഹു, അതിന് ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ അതിന് വെക്കപ്പെട്ടതാണ്. അങ്ങനെ വെക്കപ്പെട്ടത് ഏതാണോ എന്നതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതാണ് വഖഫ്. മിമ്മ വറദത്ത് ലഹു മിൻ അംരിൻ വ തഹ്ദീദും വ ഗൈരിഹിമ, മിമ്മ ഒന്നിൽ നിന്ന് വറദത്ത്, ആ സീഗ വന്നിട്ടുണ്ട്. ലഹു, ആ ഒന്നിന്, ആ ഒന്നെന്തിനാലാണ്? മിൻ അംരിൻ, കൽപ്പനയാൽ, വ തഹ്ദീൻ, പേടിപ്പെടുത്തലാൽ, വ ഗൈരിഹിമ, അതല്ലാത്തതിനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന കാര്യങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ സീഗയെ വെക്കപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇല്ല എന്നതുകൊണ്ട് തന്നെ വഖഫ് വന്നു. ഈ വഖഫ് പ്രകാരമാണ് അവിടെ എന്താണ് ഒരു പ്രത്യേകമാക്കുന്ന സീഗയില്ല എന്ന് നബി വന്നത്. വഖീല, പറയപ്പെടുന്നു നഫിക്ക് മറ്റൊരു കാരണം ഇസ്തിറാക്കി ബൈനമാ വറദത്തിലഹു, അംറുപ്പ എന്തിനൊക്കെ വന്നോ ആ വന്ന കാര്യങ്ങൾക്കിടയിൽ ഇസ്തിറാക്കാണ്, ആ നിലക്കാണ് നഫി വന്നതും എന്ന അഭിപ്രായമുണ്ട്. വൽ ഖിലാഫു ഫീ സിഅത്തി ഇഫ്അൽ, എന്ന അഭിപ്രായം കിടക്കുന്നത് എവിടെയാണ്? ഫീ സിഅത്തിൽ ഇഫ്അൽ, ഇഫ്അൽ എന്ന് പറയുന്ന സീഗയിലാണ്. ഇഫ്അൽ എന്ന് പറയുന്ന സീഗയിലുള്ള അഭിപ്രായം ഒൽ മുറാദു ബിഹ, ഇഫ്അൽ എന്ന സീഗ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കുല്ലുമാ യദുല അൽ അംരി, അംറിന്റെ മേൽ അറിയിക്കുന്ന ഏതെല്ലാം വിടുമോ അതൊക്കെ ഇഫ്അൽ സീഗയിൽ പെടും. അപ്പൊ അംറിന്റെ മേൽ അറിയിക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം. അതാണ് ഇഫ്അൽ സീഗൽ ഖിലാഫ് എന്ന് പറഞ്ഞത്. അപ്പൊ അംറിന്റെ മേൽ അറിയിക്കുന്ന ഏതെല്ലാം ഉണ്ടോ അതാണ് ഇവിടെ സീഗ കൊണ്ട് ഉദ്ദേശിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ ആ സീഗയിലുള്ള ഖിലാഫ് അതെന്തിന്? മിൻ സീഗത്തിഹി, അംറിന്റെ സീഗയിൽ നിന്ന്. അംറിന്റെ പല സീഗയുമുണ്ട്. ആ സീഗയിൽ നിന്ന് അംറിന്റെ മേൽ അറിയിക്കുന്ന ഏതെല്ലാം വിടുമോ
അത്തരം കാര്യമാണ് ഇവിടെ സീഗത്ത് ഇഫ്അൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനത്തെ ആ ഒരു സീഗയിലാണ് ഇപ്പൊ തൽക്കാലം ഖിലാഫ് ഉള്ളത്. തൽക്കാലല്ല, ഖിലാഫ് ഉള്ളത്. ഇഫ്അൽ എന്ന സീഗയിൽ അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പൊ പലാത്തതില്ലോ ഇഫ്അൽ എന്ന് പറയുന്ന സീഗ അറിയിക്കുന്നില്ല. ഇന്ദൽ അശ്അരി വമൻ തബിഅഹു അലൽ അംരി. അശ്അരിയാക്കളുടെ അടുക്കലും അശ്അരി ഇമാമിനോടൊപ്പം തുടർന്ന് വന്ന ആൾക്കാരുടെ അടുക്കലും എന്തില്ല, അമ്രിന്റെ മേൽ അത് അറിയിക്കുന്നേ ഇല്ല. ബി ഖുസൂസി, അമ്രിന്റെ മേൽ അതിന്റെ അമ്രി എന്ന് തനിച്ചുകൊണ്ട് അറിയിക്കുന്നില്ല. ഇല്ലാബി കരീനത്തിൻ, അതിന്റെ കൂടെ എന്തെങ്കിലും കരീനത്തും തെളിവൊക്കെ വേണം. ആ തെളിവോടുകൂടെ ആയിട്ടല്ലാതെ അതിന്റെ ഖുസൂസിയത്തുകൊണ്ട് അറിയിക്കുന്നില്ല എന്നുള്ളതാണ് ഇഫ്അലിനെ കുറിച്ചുള്ള അശ്അരിയാക്കളുടെയും അവരോട് കൂടിയ ആൾക്കാരുടെയും അടുക്കലുള്ള അഭിപ്രായം. അതിന്റെ ഉദാഹരണം എങ്ങനെ പറയാം? യൊക്കാല പറയപ്പെടും പോലെ സ്വല്ലി എന്ന് പറഞ്ഞു, ഇതൊരു അമ്രാണ്. നീ നിസ്കരിക്കുന്നു പറഞ്ഞു. നിസ്കരിക്കുന്നു പറയുമ്പോൾ അതൊരു അമ്രായിട്ട് തന്നെ അതിന്റെ പ്രത്യേകത മേലത് അറിയിക്കുന്നില്ല. പിന്നെ ലുസൂമായിട്ട് പറയണം. അപ്പൊ ലുസൂം ഒരു കരീനത്താണ്. ഈ കരീനത്ത് പ്രകാരം തന്നെയാണ് അവിടെ. അപ്പൊ നിർബന്ധമായി നിസ്കരിക്കുക, അപ്പോഴാണ് അമ്രിന്റെ മേൽ ഇത് അറിയിക്കുന്നത്. അല്ല സ്വല്ലി എന്ന് പറയുന്ന ആ ഒരു സീഗ തനിച്ച് പ്രത്യേകിച്ച് അമ്രിന്റെ മേൽ അറിയിക്കുന്നില്ല, ലുസൂം കൂടിയപ്പോഴാണ് അറിയിക്കുന്നത് എന്നാണ് പറയുന്നത്. ബിഖിലാഫി അൽസം തുക്ക അമർ തുക്ക, ഇതിനെതിരെ അൽസം തുക്ക എന്ന് പറയുമ്പോൾ നിന്നെ നിർബന്ധമാക്കി, അമർ തുക്ക നിന്നോട് കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടേക്ക് എന്തുണ്ട്, തനിച്ച് ഖുസൂസിയത്തുകൊണ്ട് തന്നെ അറിയിക്കുന്ന കാര്യത്തൊന്നും വേണ്ട. ഇതല്ലാതെ സ്വല്ലി എന്നൊക്കെ പറയുമ്പോൾ അത് തനിച്ചൊരു അമ്പിന്റെ മേൽ അറിയിക്കുന്നില്ല, പ്രത്യേകമായിട്ട് അവിടെ കാര്യത്ത് വേണം. അങ്ങനെയാണ് ഇഫ്അൽ സീഗയിലുള്ള ഖിലാഫുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ നഫ്സി കൊണ്ട് പറയുന്ന ആൾക്കാർ പറയുന്നത് അമ്ന് സീഗയുണ്ടോ ഇല്ലേ പ്രത്യേകമാക്കുന്നത് ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറയുമ്പോൾ സീഗയിലാണ് തർക്കം എന്ന് പറഞ്ഞു. ആ തർക്കത്തെ പറ്റി അവിടെ വ്യാഖ്യാനിച്ചു. ഇനി നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്, ഒത്തരിതോ ഈ അമ്രിന്റെ സീഗ വരുന്നുണ്ട്. ഈ സിത്തത്തും 26 അർത്ഥത്തിന് അമ്രിന്റെ സീഗ വരും. നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളെ തഫ്സീറുകളിൽ പല കിതാബുകളിലൊക്കെ അമ്ര് കൊടുത്ത ഇന്നതിനാണ് ഈ അമ്ര് എന്ന് പറയാൻ കാരണം ഇതാ ഉസൂലിലെ ചർച്ചയുണ്ട്. അപ്പൊ 26 അർത്ഥത്തിന് വരുന്നുണ്ട്. ഏതൊക്കെ? ഒന്നിൽ വുജൂബി, ഒന്ന് വരിക വുജൂബിനാണ്. ഒന്ന് വുജൂബിന് വരും അമ്ര്. അഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തണേന. ഇവിടെ നിസ്കാരത്തെ നിലനിർത്തണേ എന്ന് പറയുമ്പോൾ അഖീമു എന്നുള്ളത് അമ്രാണ്, അത് വുജൂബിനുള്ളതാണ്. ഒന്നേ. വന്നതിബി, രണ്ടാമത്തെ അർത്ഥം വരുന്നത് സുന്നത്തിനായിട്ട് വരും. ഇപ്പൊ കാത്തിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറന്ന, നിങ്ങൾ അവരിൽ നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം, അവർക്ക് എഴുതുക എന്ന്. അപ്പൊ ആ കാത്തിബു എന്നുള്ളടത്ത് എഴുത്തിന്റെ ആ അറിയിക്കുന്ന അമ്ര് നദ്ബിന്റെ മേലാണ്, സുന്നത്തായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ അർത്ഥം ഇബാഹത്തി, അമ്ര് ഇബാഹത്തിന് വരും. ഇബാഹത്ത് ഏതാ? കുലൂമിന ത്വയ്യിബാത്തി, നല്ലതിൽ നിങ്ങൾ ഭക്ഷിക്കുക എന്നാണ്. അപ്പൊ നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഈ കുലു എന്നുള്ളത് അമ്രാണ്. ഈ അമ്ര എന്തിനുള്ള അമ്രാണ്? വുജൂബിനുമല്ല നദ്ബിനുമല്ല, ഇവിടെ ഇബാഹത്തിനുള്ളതാണ്. അപ്പൊ എന്തായി? മൂന്നാമത്തെ അർത്ഥമായി. ഇനി നാലാമത്തെ അർത്ഥത്തിന് വരുന്ന തഹ്ദീദ് പേടിപ്പിക്കലുണ്ട്, അതിന് വരും അമ്ര. ഈ ഇമലു മാഷിത്വം അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, പറഞ്ഞത് കേൾക്കുന്ന ഈ പോച്ച ചെയ്തോന്ന്, അതിന്റെ അർത്ഥം എന്താണ്? ചെയ്യാൻ വേണ്ടി കൽപ്പിക്കല, അല്ല അവിടെ ഭയപ്പെടുത്തല. അതാണ് ഇമലു മാഷിയത്തും, നിങ്ങൾ ഉദ്ദേശിച്ച് ചെയ്തോളൂ. അപ്പൊ ഇമലു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അമ്ര തഹ്ദീദിനുള്ള അമ്രാണ്. ഈ അമ്ര് ഈ തഹ്ദീദ് എന്നുള്ളത് തഹ്രീമുൽ കറാഹത്തി, കറാത്തിനായാലും ഹറാമിനായാലും അതോടൊപ്പം ഈ തഹ്ദീദ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഇനി അഞ്ചാമത്തുൽ ഇർഷാദി, അപ്പൊ വുജൂബ്, നദ്ബ്, ഇബാത്ത്, തഹ്ദീദ്, ഇർഷാദാണ്. ഇർഷാദിയായ ഒരു അമ്രുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ പുരുഷന്മാരിൽ നിന്ന് സാക്ഷിക്ക് പറ്റുന്ന 2 പേരെ നിങ്ങൾ സാക്ഷി നിർത്തുകയെന്ന. ഇവിടെ ഇസ്തശ്ഹിദു എന്ന് പറയുന്ന അമ്ര് ഇബാഹത്തോ തഹ്ദീദോ നദ്ബോ വുജൂബുനോ അല്ല, ഇർഷാദിയാണത്. അത് ഇർഷാദിയാകുമ്പോൾ മസ്ലഹത്തു ഫീഹി, ഈ ഇർഷാദിയാകുമ്പോൾ അതിലുള്ള അമ്രിലുള്ള മസ്ലഹത്ത് ദുന്യവിയായിരിക്കും. ബിഖിലാഫിൻ നദ്ബി, നദ്ബിന് മാറ്റമായിട്ട് നദ്ബാബ് ഉഖ്റവി ആയിരിക്കും. അപ്പൊ നമുക്ക് ദുന്യവിയായിരിക്കുന്ന ഇർഷാദിന് എന്താക്കാം? ഉഖ്റവിയുമാക്കാലോ. അങ്ങനെ ശറഇന്റെ കൽപ്പനയുണ്ട്, അങ്ങനെ നിർത്തണം. ദുന്യവിയായ ഒരു നേട്ടമാണ് എങ്കിലും ആ ദുന്യവിയായ നേട്ടം പറഞ്ഞത് ശറഅല്ലേ, അത് വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ രണ്ടും കിട്ടും.
പക്ഷെ എന്നാലും നദിബിന്റെ താഴെകളിലായിരിക്കും. അപ്പൊ ഇർഷാദിയായ അമ്ര എന്ന് പറയും. അപ്പൊ ദുന്യാവിൽ കാര്യം വെളിപ്പെടണമെങ്കിൽ അത് 2 സാക്ഷി വേണം. അത് ഇർഷാദിയാമിലേക്ക് പോകുന്നതാണ്. വഖദ്ദമഹുന മുസന്നിഫ് അവറുകൾ ഇവിടെ ഇർഷാദിനെ മുന്തിച്ചു. ബായദാൻ വലഹു ഇർഷാദിനെ മുമ്പിൽ വെച്ച ശേഷം അഖിബത്ത് തഅദീബ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ആ തഅദീബ് കഴിഞ്ഞിട്ട് അതിന്റെ ഉടനെ ആയിട്ടാണ് ഇർഷാദ് കൊണ്ടുവരേണ്ടത്. ഇവിടെ തഅദീബ് പിന്തിച്ചും കൊണ്ട് ഇവിടെ എന്താക്കി ഇർഷാദ് മുന്തിക്കുകയും ചെയ്തു. എന്താ കാരണം? ഈ കൗലിൽ ആത്തി മുസന്നിഫിന്റെ ശേഷം എന്നൊരു കൗലുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് അവിടെ മുന്തിച്ചത്. എന്താ കൗല്? വഖീല മുസ്തറഖത്തുൻ പറയപ്പെട്ടിട്ടുണ്ട് ഈ അംറ് കൂറാക്കപ്പെട്ടതാണ് ബൈനൽ ഖംസത്തിൽ അവ്വലി 5 കാര്യത്തിന്റെ. ഇപ്പൊ 5 പറഞ്ഞല്ലോ, ഉജൂബ്, നദ്ബ്, ഇബാഹത്ത്, തഹ്ദീദ്, ഇർഷാദ്. ഇങ്ങനെ 5 കാര്യങ്ങൾക്കിടയിൽ കൂറാക്കപ്പെട്ടതാണ് അംറ് എന്ന് തീരെ പറയപ്പെട്ടതായിട്ട് ബാക്കിൽ വരുന്നുണ്ട്. ആ ഒരു വാക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്നഹു മിൻഹ ആ 5ൽ പെട്ട ഒരു കാര്യം തന്നെയല്ലേ ഇർഷാദ്. ആ നിലക്ക് എണ്ണുമ്പോ ഇർഷാദ് ഇവിടെ എണ്ണണ്ടേ? ആ നിലക്ക് മുന്തിച്ച് പറഞ്ഞതാണ്. വ ഇറാദത്തിൽ ഇംതിസാലി 6ാമത്തെ അർത്ഥം ഇംതിസാലിനെ ഉദ്ദേശിക്കുക എന്ന അർത്ഥത്തിന് വരും. കീഴ്പ്പെടുക, വൈപ്പെടുക എന്നൊക്കെ പറയാ ഉദ്ദേശം. കൗലിക്ക നീ പറയും പോലെ ലി ആഖറ മറ്റൊരാളോട് എന്തൽ അത്തിശി ദാഹിക്കുന്ന സമയത്ത് പറയാ ഇസ്തിനിമാൻ നീ എനിക്ക് വെള്ളം കുടിപ്പിക്കണേ. ഇവിടെ നീ എനിക്ക് വെള്ളം കുടിപ്പിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ കുടിപ്പിക്കണം എന്ന് പറയുന്ന അമ്രിന് അവൻ കീഴൊതുങ്ങണം എന്നൊരു ഉദ്ദേശമുണ്ട്. ആ നിലക്കാണ് ഇവിടെ അമ്ര ഉപയോഗിച്ചത്. അപ്പൊ ഇതിന് ഇറാദത്തുൽ ഇംതിസാൽ എന്ന് പറയാം. ഇതിന് മറ്റൊരു സമ്മതം കൊടുക്കുക ആ നിലക്കും അറിയിക്കുന്നതാണ് അമ്ര. കൗലിക്ക നീ പറയും പോലെ ലിമൻ തുറക്കൽ ബാബ കവാടത്തിന് വന്ന് മുട്ടിയ ഒരാളുണ്ട്, അയാളോട് പറയാം ഉദുഹുൽ എന്ന് പറഞ്ഞു. കടന്നുപോയി എന്ന് പറയുന്നതിന് പകരം ഉദുഹുൽ നീ പ്രവേശിച്ചോ എന്ന് പറഞ്ഞു. ഇത് അമ്രാണ്. ഇതോടെ കൽപ്പനയൊന്നുമല്ല. ആ കൽപ്പന എന്തുള്ളൂ? ഇവിടെ സമ്മതം കൊടുക്കുക എന്നുള്ളതുള്ളൂ. അത് 7. ഇനി 7 കഴിഞ്ഞ് 8ാമത്തെ തഅദീബാണ്. തഅദീബ് അതാണ് നമ്മൾ പറഞ്ഞത്. തഅദീബ് പറഞ്ഞ ഇവിടെ ഇർഷാദ് പറഞ്ഞു, ഇവിടെ ഇർഷാദ് പറഞ്ഞിട്ട് തഅദീബ് പറഞ്ഞു. ആ മാറ്റം പറഞ്ഞല്ലോ. തഅദീബിന് വരും അമ്രുന, അതായത് മര്യാദ പഠിപ്പിക്കൽ. അങ്ങനെയുണ്ട് അമ്ര്. ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആരോട്? ലി അബ്ദ് ബിൻ അബി സലമ അംർ ബിൻ അബി സലമ റളിയല്ലാഹു അൻഹു കുഞ്ഞാം നാളിലാണ് അദ്ദേഹത്തോട് പറഞ്ഞു ഓവ ദൂരൽ ബുലുവി പ്രായപൂർത്തി എത്തിയിട്ടില്ല, തമീസേ ഉള്ളൂ, പ്രായപൂർത്തിക്ക് താഴെയായിരുന്നു മൂപ്പര്. ആ സന്ദർഭഘട്ടത്തിലാണ് പറയുന്നത്. എന്താ സന്ദർഭം? യദുഗു തതീസു ഫി സഹഫത്തി മൂപ്പര് പ്ലേറ്റിലാകെ കൈയിട്ട് ഇങ്ങനെ കളിക്കുകയാണ്, ചുറ്റും വാരി വരിക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തെറ്റുണ്ടായിട്ടൊന്നുമല്ല, കുട്ടി പ്രായപൂർത്തിയിട്ടൊന്നുമില്ല, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പാണ് ഈ അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പ്ലേറ്റിലിട്ടും കൊണ്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാടങ്ങനെ കളിപ്പിച്ചപ്പോ ആകെ നടത്തിയപ്പോ ഒരു മര്യാദ ഇല്ലാത്ത രീതിയാണ്. ഇത് കണ്ടപ്പോ ആ അംർ ബിൻ അബി സലമയോട് നബിതങ്ങൾ പറഞ്ഞു കുൽ മിമ്മാ യലീക, നിന്റെ അടുത്ത ഭാഗത്തുനിന്ന് തിന്നോ, മറ്റൊരു തിന്നണ്ട എന്ന് പറഞ്ഞു. ഇവിടെ കുൽ എന്ന് ഉപയോഗിച്ചത് എന്താണ്? അമ്രാണ്. ഈ അമ്ര് ഒരു വുജൂബിന്റെയോ നദിബിന്റെയോ വിഭാഗത്തിന്റെ ഒന്നും അല്ല. ഇവിടെ കൽപ്പിക്കൊന്നുമല്ല, ഇവിടെ സംസ്കാരം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മര്യാദ അങ്ങനെയാണ് എന്ന് പറയാം. നല്ലൊരു സ്വഭാവം ഉണ്ടാക്കി തീർക്കുക, നടപടിക്രമങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവരിക എന്ന രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആ നിലക്കാണ് ഇവിടെ അത് പറഞ്ഞിട്ടുള്ളത്. ഇത് സുന്നത്തിനെതിരാണ്. സുന്നത്താരി ഭക്ഷിക്കാൻ വേണ്ടി പറയുമ്പോൾ എന്തുണ്ടാവും? ആഖിറത്തിന് വേണ്ടി കൂലി കിട്ടും. ഇവിടെ ആഖിറത്തിന് കൂലി കിട്ടുന്ന കാര്യമില്ല. സംസ്കാരം പഠിപ്പിക്കൽ ഇസ്ലാം പഠിപ്പിച്ചതല്ലേ എന്ന നിലയ്ക്ക് ഇസ്ലാമിന് കീഴൊതുങ്ങി പഠിപ്പിക്കുമ്പോൾ അതിന് കൂലി ഉണ്ടാവും. അത് വേറെ വിഷയം. റവാഹു ഷെയ്ഖാനി, ഈ ഹദീസ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അമ്മാക്കുൽ മുക്കല്ലബ്, ഇതിപ്പോ മുക്കല്ലഫ് ആവാത്ത ആളോടാ, പ്രായപൂർത്തി എത്തിയ ഒരാളോടുള്ള തീറ്റ മിമ്മ യലീഹി, അടുത്തത് നീ അവന്റെ അടുത്ത ഭാഗത്തിൽ നിന്ന് പറഞ്ഞാൽ അവന്റെ മുന്നിൽ നിന്ന് കഴിക്കണം എന്ന് പറയുന്ന കക്കില് മന്ദൂബൻ, അങ്ങനെയുള്ള അമ്ര വരികയാണെങ്കിൽ അത് സുന്നത്താക്കപ്പെട്ടതായിട്ട് വരും. മറ്റൊരാളോട് അടുത്ത് നിൽക്കുന്നതിൽ നീ ഇവൻ വാരിയെടുത്ത് തിന്നലോ അപ്പൊ മക്റൂഹൻ, അത് കറാത്തുമാണ്. ഇമാം സാഫിയുടെ നസ് അലാ ഹിർമത്തിഹിം, ഇങ്ങനെ മറ്റൊരാളുടെ മുന്നിൽ നിന്ന് കഴിക്കൽ ഹറാമാണ് എന്നതിന് നസ്സുണ്ട്. ആർക്കേരിൽ ആലിമി ബിൻ നഹി അൻഹു, അങ്ങനെ മറ്റൊരാളുടെ മുന്നിൽ നിന്ന് കഴിക്കാൻ പാടില്ല, അങ്ങനെ തിന്നാൻ പാടില്ല എന്ന് നഹിയുണ്ട്. ആ നഹി കൊണ്ട് അറിയുന്ന ഒരാൾ അങ്ങനെ കഴിച്ചാൽ അയാൾക്ക് ഹറാമാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നസ്സാക്കി പറഞ്ഞ നസ്സാകുന്നത്
എന്ത് ചെയ്യണം? മഹ്മൂലൻ, അത് ചുമത്തപ്പെടേണ്ടതാണ്, അലൽ മുസ്തമിലി അലൽ ഈദായി. അങ്ങനെ കഴിക്കുമ്പോൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുക എന്നതിന് മേൽ ചുറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ മേലിൽ ചുമത്തേണ്ടതാണ്. ഒറ്റടിക്ക് നിരുപാധികം ഹറാമി എന്നല്ല. ഇവൻ കഴിക്കൽ കൊണ്ട് മറ്റുള്ളവർക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ്റൂല എന്ന് വെക്കണം ആലിമിനെ, അല്ലെങ്കിൽ കറാഹത്ത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ അമ്ര വരാം. എണ്ണം പേച്ചിട്ടുണ്ട്, ഇനി ഞാൻ എണ്ണുന്നില്ല. എന്താറ് ഇനി ഇന്താറിന് വരും. ഇന്താർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകുക എന്ന. എന്ന നബി അങ്ങ് പറയണം, തമത്തോ, നിങ്ങൾ നല്ലോണം സുഖിക്കിട്ടോ, നല്ലോണം സുഖിച്ചോളി, വേണ്ടാത്തും കാട്ടി നല്ലോണം സുഖിച്ച് ഈ ദുനിയാവില്. ഇന്ന മസീറക്കും മിനന്നാർ, നിശ്ചയം നിങ്ങൾ ഇവിടുന്ന് വിട പറഞ്ഞു പോകും, മാസറിൽ വരും. വരുമ്പോ നിങ്ങൾ അഭയകേന്ദ്രം നരകമാണെന്ന് ഓർത്തോളൂ, ആ നിലക്ക് നിങ്ങൾ സുഖിച്ചോളൂ എന്ന. ഇവിടെ തമത്തോ എന്ന് പറഞ്ഞ അമ്രുണ്ട്, അത് മുന്നറിയിപ്പിനുള്ള അമ്രാണ്. എന്നാൽ പേടിപ്പിക്കുക എന്നുള്ള തെയ്തിന്റെ അർത്ഥമുണ്ട്, ഇന്താർ മുന്നറിയിപ്പ്, രണ്ട് പേടിപ്പെടുത്തലുണ്ട് ഇവിടെ. എന്നാൽ ഇന്താറും തെയ്യും തമ്മിൽ മാറ്റമുണ്ട്. ഇന്താറ് വ്യത്യാസപ്പെടും, അത്തഹരീദ വിട്ടുപിരിയും. എന്തിനോട്? അത്തഹരീദ തെയ്തിനോട്. എങ്ങനെ? ബിദിക്രി വാഴിദി, എന്തുകൊണ്ടാണോ പേടിപ്പിച്ച് ഭയപ്പെടുത്തി അറിയിക്കുന്ന കരാറ്, ആ കരാറാക്കപ്പെടുന്ന വസ്തുവിടെ പറയും. ആ പറയല് കൊണ്ടാണ് വിട്ടുപിരിയുന്നത്. ഇവിടെ നിങ്ങളെ എന്തുവാണ്? സുഖിച്ചോളി, നിങ്ങൾ അഭയകേന്ദ്രം നരകമാണെന്ന് പറഞ്ഞില്ലേ, അതാണ് വായത്. അത് ഇന്താറിലുണ്ട്, അത് തെയ്തിയിലില്ല. തെയ്തിയിൽ മൊത്തത്തിൽ പേടിപ്പിക്കലേ ഉള്ളൂ. അത് ഇഅ്മലുമാ ശിഅ്തും എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. ഇംതിനാനി, ഇനി അമ്പ് വരും ഇംതിനാന്, ഗുണം ചെയ്യുക എന്നതിന്. ഗുണം ചെയ്തു എന്ന് പറയില്ലേ, അതിന് വരും. കുലൂ മിമ്മാ റസഖകുമുല്ലാഹ്, അള്ളാഹ് നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ഭക്ഷിച്ചോളി എന്ന. മറ്റൊരു പോയി തിന്നണ്ട. അള്ളാഹു നിങ്ങൾക്ക് നൽകിയതുണ്ട്, ആദ്യം നിങ്ങൾ തിന്നാ മതി, വേറെ പോയി തിന്നരുത് എന്ന. ഇവിടെ ഇംതിനാനാണ് ഈ കുലു എന്ന് പറഞ്ഞോട് ഉദ്ദേശിക്കുന്നത്. ഇംതിനാൻ ഗുണം ചെയ്യലാണ്. വയുഫാരിഖു, ഈ ഇംതിനാന് എതിരാകും, അല്ല വിട്ടുപിരിയും. എന്തിനോട്? അൽ ഇബാഹത്ത, ഇബാഹത്തിനോട്. മുമ്പ് പറഞ്ഞു ഇബാഹത്ത് ഹലാല്, നല്ലതും തിന്നോളി എന്നാ വന്നിട്ടുള്ളൂ. അത് ഏതും ആവാം. ഇവിടെ പറഞ്ഞതോ നിങ്ങൾക്ക് നൽകിയെന്നും പറഞ്ഞു. തൊയ്യിബാത്തിൽ നിങ്ങൾക്ക് നൽകിയതും ലോകത്ത് മൊത്തത്തിൽ നൽകിയ കൂട്ടത്തിൽ പലർക്കും തെയ്യിബാത്തുണ്ട്. ആ തെയ്യിബാത്തൊക്കെ തിന്നാന്ന് പറഞ്ഞു, നല്ലതിന്റെ അർത്ഥം. ഇവിടെ പറയുന്നത് എന്താണെന്നോ, നിങ്ങൾക്ക് നൽകിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹുത്തആല നൽകിയ ഇംതിനാനടുത്തല്ല പറയാം, നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അത് ഇംതിനാനാണ്. അപ്പൊ അതീ തിന്നോളാണ് ഇംതിനാനായി. ഇവിടെ ഇബാഹത്തിനോട് ഇംതിനാന്റെ അമർ വിട്ടുപിരിയും. ബിദിക്രി മാ യുഹ്താജു ഇലൈഹി, ആവശ്യമാക്കപ്പെടുന്ന ഒരു കാര്യത്തോടെ പറയലുകൊണ്ട്. ആവശ്യമാക്കപ്പെടുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് നൽകിയത് എന്നോട് ആവശ്യമാക്കപ്പെട്ട ആദ്യം തിന്നണം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായത് എന്താണോ അത് നിങ്ങൾക്ക് നൽകപ്പെട്ടതാ, അത് തിന്നോളെ. അതിവിടെ പറയും. കുലൂബിനെ തൊയ്യിബാത്തില് മായുഹത്താജുലി പറയുന്നില്ല, അതാ മാറ്റം. പിന്നെ വല്ലിക്കറാമി, ഇനി ബഹുമാനിക്കുക എന്നൊരർത്ഥത്തിൽ വരുന്നത് ആദരവ്. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോളേ. ബിസലാമിൻ, രക്ഷയോടുകൂടാതെ സലാം പറഞ്ഞു പോയിക്കോളി. ആമിനീന, നിർഭയത്വമുള്ളവരായിട്ട് എന്ന്. ഇവിടെ ഉദ്ഖുലു എന്നല്ല അമ്ര എന്തിന്റെ അമ്രാണ്? കടക്കാൻ വേണ്ടി കൽപ്പിക്കാനുള്ള അമ്രല്ല, ആദരവോടുകൂടി പറയുന്ന കടന്നു വരും എന്ന് പറയൂലേ, ആ അമ്രാണ്. അപ്പൊ തസ്ഖീരി, ഇനി ഇവിടെ തസ്ഖീർ എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്, കീഴ്പ്പെടുത്തുക എന്നല്ല. പിന്നെന്താ? തെദിലീലി, നിന്യമാക്കുക. വല്ലിംതിഹാനി, നിസ്സാരമാക്കുക. നിസ്സാരമാക്കുവാനും നിന്യമാക്കുവാനും ഉപയോഗിക്കുന്ന അമ്രുണ്ട്, അതാണ് തസ്ഖീർ. തസ്ഖീറിന് രണ്ടർത്ഥമുണ്ട്. ആദരവോടുകൂടി കീഴ്പ്പെടുത്തി തരിക എന്ന അർത്ഥമുണ്ട്. അപ്പൊ തസ്ഖീറിന് രണ്ടർത്ഥമുണ്ട്. രണ്ടാമത്തെ അർത്ഥമാണ് എന്ന് ഷാരിയുടെ തെദിലീൽ ഇംതിയാനത്തെ ഷറ മനസ്സിലായി. നഹു കൂനൂ ഖിറദത്തൻ ഖാസിഈന, നിങ്ങളെല്ലാവരും കുരങ്ങോളായിക്കോളി, നിന്യന്മാരായ നിലയിൽ നിന്നാ. നിങ്ങൾ കുരങ്ങോളാവൂ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല കുരങ്ങാൻ വേണ്ടി കൽപ്പിച്ചതല്ല. നിങ്ങൾ ഐക്കോളി എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നിസ്സാരപ്പെടുത്തി കുരങ്ങാക്കാൻ മാറ്റി. ആ നിലക്ക് അറിയിക്കുന്ന അമ്രാണ്. അവിടെ ഇംതിഹാനും തദ്ലീലുമാണ് ഈ പറഞ്ഞ അമ്രേ. തെക്കിവീനി, ഇനി രൂപപ്പെടുത്തുവാനുള്ള അമ്രുണ്ട്. അതിൽ അത് ഉണ്ടാക്കുക എന്ന തെക്കിവിന്റെ അർത്ഥം. എന്തിനെ തൊട്ടുണ്ടാക്കുക? അതിൽ അജ്മി, ഇല്ലാത്തതിനെ തൊട്ടുണ്ടാക്കുക. അപ്പൊ ഇല്ലായ്മയിൽ ഉണ്ടാക്കുക. അപ്പൊ ഇല്ലാത്തതിനെ തൊട്ടുണ്ടാക്കുക. ബിസുറത്തിൻ, അതിവേഗത്തിൽ ഉണ്ടാക്കുക. അതിനാണ് തെക്കിവീൻ എന്ന് പറയുക. അതിനുപയോഗിക്കുന്ന അമ്രാണ് കുൻ ഫയകൂൻ, ഉണ്ടാകുക, അപ്പൊ ഉണ്ടാകും. വേഗത്തിൽ ഉണ്ടായി ഇല്ലാത്തതിനുണ്ടാക്കുന്ന വസ്തുവിനെ ഇതിനുപയോഗിച്ച അമ്രാണ് കുൻ. അതിന്റെ പേരാണ് തെക്കിവീൻ. ഇങ്ങനെ തെക്കിവീന് വരാം അമ്ര്. വത്തജീദി, അശക്തനാക്കാനും വരും അമ്ര്.
അവൻ അശക്തത വെളിവാക്കി കൊടുക്കുക. അശക്തനാക്കുക എന്ന് പറഞ്ഞാൽ അവന് കഴിവില്ലാതാക്കുക എന്നല്ല. ആ ഇദ്ഹാർ അജിസി, അവന് കഴിവില്ല എന്ന് വെളിപ്പെടുത്തുക. ഉദാഹരണം സൂറത്തിൻ മിൻ മിസ്ലി, വിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ നിന്നൊരു ആയത്തിനോടോ സൂറത്തിനോടോ തുല്യമാവുന്ന സൂറത്ത് കൊണ്ടുപോകാന്നാ പറഞ്ഞത്. ആ സൂറത്ത് കൊണ്ടുവരാൻ കഴിയൂല എന്ന് അള്ളാഹ്ക്ക് അറിയാം. ആ സൃഷ്ടികളോട് കഴിയൂല. അപ്പൊ സൃഷ്ടികൾക്ക് അതിന് കഴിവില്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഫൗതു എന്ന് പറയുന്ന അമ്പിലുള്ളത്. വൽ ഇഹാനത്തി, ഇനി നിസ്സാരപ്പെടുത്തുക എന്നതും വരും അമ്പ്. ഇന്നക അൻതൽ അസീസുൽ കരീം, എടോ നീ നല്ല യോഗ്യനും നല്ല ഭമ്പനും മാനിനുമായിരുന്നില്ല ദുനിയാവിന്, നരകത്ത് കടന്നു, വേണ്ടത് തിന്നോ, രുചിക്ക്. ഇത് നിസ്സാരപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഏത് മാനിനും നരകത്തിൽ പോണ്ടി വരും അപകടം പിടിച്ചാൽ. ഓ തസ്ബീയത്തി, ഇനി സമമാക്കലിന് വരും അമ്ര. ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിച്ചോ അത് ക്ഷമിക്കാതിരുന്നോ, ക്ഷമിക്കുക ക്ഷമിക്കാതിരിക്കുക. ഇത് തസ്ബീയത്ത. ഈ തസ്ബീയത്തിന് വന്ന അമ്രാണ് ഇവിടെ ഉള്ളത്. പിന്നെ അമ്ര വരാം എന്തിനു? ഈ പ്രാർത്ഥനയ്ക്ക് വരാം. റബ്ബന ഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ്, ഞങ്ങൾക്കിടയിലും ഞങ്ങളെ ജനതക്കിടയിലും യഥാർത്ഥം കൊണ്ട് നീ തുറന്നു തരണേ തമ്പുരാനേന്ന്. ഇഫ്തഹ് അല്ലാതെ കൽപ്പിക്കല്ല, ദ്വാരക്കാണ്. താഴ്ന്ന ആളിൽ ഉയർന്ന ആളോട് ഉള്ള ഒരു അപേക്ഷ, അതിനാണ് ദ്വാ. ആ ദ്വാക്ക് ഉപയോഗിച്ചതാണ് എന്ത്? ഇഫ്തഹ് എന്ന് പറയുന്ന അമ്ര. തമന്നി, ഇനി തമന്നിക്ക് വരും. തമന്നിയാണ് കൊതിക്കുക. ഖൈസ് പാടിയതുപോലെ അലാ അയ്യുഹൽ ലൈലു തബീലു വലഞ്ജലി ബിസുബിഹിം വമൽ ഇസ്ബാഹു മിൻകി ബിഅംസലി. അലാ, അറിയണേ, അയ്യുഹൽ ലൈലു തബീലു, ദീർഘമായി നിൽക്കുന്ന ഈ രാത്രിയെ, അലഞ്ജലി, അനക്കൊന്ന് വെളിപ്പെട്ടൂടെ, നേരം വെളുത്തൂടെ, ബിസുബിഹിൻ, സുബ കൊണ്ടൊന്ന് വെളിപ്പെട്ടു വന്നൂടെ, ഒബൽ ഇസ്ബാഹു മിൻകി, നിന്നിൽ നിന്ന് നേരം വെളുക്കുക എന്നത് ബി അംസലി, അത് ഒരിക്കലും ഒരു കീഴ്പ്പെടുന്ന രൂപത്തിൽ അല്ല. അപ്പൊ ഉണ്ടായെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് കൊതിച്ചു പോവുകയാണ്. വിളിക്കാഞ്ഞിട്ടല്ല, ഇയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അയാൾ ഇഷ്ടായി, പ്രേമം മൂത്ത് 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 രാത്രി ദീർഘമായി തോന്നി, ഇനി വെളുക്കില്ലെന്ന് തോന്നിപ്പോയി. ആ നിലക്ക് അയാൾ പാടിയതാണ്. അപ്പൊ അത് തമന്നിക്ക് വന്നു. അവിടെ ഇഞ്ചലി എന്ന് പറഞ്ഞ അമൃപയോഗിച്ച് തമന്നിക്കാണ്. അയാൾ ഇഷ്ടം വെക്കുന്ന ഒരാളുടെ അടുക്കൽ വെച്ചുകൊണ്ട് അയാൾക്ക് ആ രാത്രി വെളിപ്പെടൽ ഇതായി പോയി. ഈ രാത്രി പോയിട്ട് പകല് വരുന്നൊരു പ്രതീക്ഷയാക്കില്ല. നിലക്കാളായപ്പോ കാനമുത്തമന്യൻ, അയാൾ ആ രാത്രിയും പകലായി വന്ന് കൊതിക്കുന്ന ആളായി. ലാമുത്തറജിയൻ, ഒരു ആഗ്രഹിക്കുന്ന ആളായില്ല. ആ നിലക്കാണ് ഇവിടെ തമന്നി ഉപയോഗിച്ചൊരു കവി ഇവിടെ കൊണ്ടുവന്നു. വാസ്തവത്തിൽ ഇവിടെ തമന്നിക്കായ രീതി പറഞ്ഞതാണ്. അതിനെ പ്രത്യേകം പറഞ്ഞ എംബുൽ കൈസ് പാടി. എംബുൽ കൈസർ ആരാണ്? ലൈലയെ പ്രേമിച്ച ആളാണ്. അപ്പൊ അയാൾക്ക് ഇത്ര പല പാട്ടുകളുണ്ടല്ലോ. അപ്പൊ ഇയാൾ ഇങ്ങനെയൊക്കെ പാടുമ്പോൾ തറജിയായിട്ട് വരില്ല. ഇതൊക്കെ അയാളെ സംബന്ധിച്ച് തമന്നിയാണ്. അതിലിട്ട് ഉദ്ധരിച്ചതാണ്. നിസാരത, നിസാരമാക്കുക എന്നതിന് വരും. അതാണ് അൽഖൂമൻതും മുൽഖൂൻ ഇദ്മാ യുൽഖൂനഹു മിനസ്സിഹിരി വൈനഅല്ലമ. അവരെ അൽഖൂ, നിങ്ങൾ ഇടുക, മാ ഒന്നിനെ, അൻതും മുൽഖൂ, നിങ്ങൾ ഇടുന്ന ആൾക്കാരല്ലേ, അതൊക്കെ ഇടി തന്നു. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ വടിക്ക് മുന്നിൽ ഫിറഔന്റെ കക്ഷിക്കാർ കൊണ്ടുവന്ന വടിയും കയറും മറ്റുള്ളതൊക്കെ ഇടാനാ പറയുന്നത്. വെല്ലുവിളിച്ചു മൂസ നബി അലൈഹി ഇസ്ലാം. ആ വെല്ലുവിളിക്ക് മുന്നിൽ ഇവർ വന്നുകൊണ്ട് ഇടാൻ പറഞ്ഞപ്പോ മൂസ നബി ഇടാൻ പറഞ്ഞൊക്കെ ഇടാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇടൂന്ന് പറഞ്ഞു കൊടുത്ത അമ്ര ഇട്ട് കൊടുത്തത് എന്താണെന്നറിയാമോ? അത് ഹിത്തിഖാനുള്ള അമ്രാണ്. അത് നിസ്സാരവൽക്കരിക്കരുത്. കാരണം മൂസ നബി അലൈഹി ഇസ്ലാമിനെ പറയട്ടെ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇത് മാ യുൽഖൂനഹു, അവർ ഇടുന്നത് മുഴുവനും മിനസ്സിഹിർ, അതെന്തിനാലാണ്? സിഹിർനാൽ. അവർ ചെയ്യുന്ന പണി സിഹിറാണ്. വൈൻ അളുമ, അത് ഇടുന്ന വലിയാണ്, ജനങ്ങളുടെ കാഴ്ചയിലൊക്കെ വലിയതാണെങ്കിൽ പോലും അവർ സംഗതി മുസ്തഖറും ബിൻ നിസ്ബത്തി, സ്വന്തം നിലക്ക് നോക്കുമ്പോൾ അത് വലിയ തന്നെയാണ്. പക്ഷേ മുസ്തഖറും ബിൻ നിസ്ബത്തില മുഅ്ജിസത്തി മൂസ അലൈഹി സ്വലാം, മൂസ നബി അലൈഹി സ്വലാമിന്റെ മുഅ്ജിസത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്, നിസ്സാരമാക്കപ്പെട്ടതാണ്. ആ നിലക്കാണ് ഇവിടെ ഹിത്തിഖാർ പറഞ്ഞത്. അപ്പോൾ ആ അമ്ര ഹിത്തിഖാറിനായി. വൽ ഖബരി,
അംറ് ഖബറിന് വരും. ഹദീസിൽ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് പോലെ നിനക്കൊരു നാണമല്ലേ, ഉസുറുംപുളിയില്ലേ, ഇല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോന്നാ. അവിടെ ഫസ്നമാഷിത്താന്നുള്ളടത്ത് അത് ഇഖ്ബാർ പറഞ്ഞത് ഖബർ പറഞ്ഞതാ. എന്ത് പറഞ്ഞാൽ ഈ കേൾക്കൂല. ഒരു നാണോ ഉസുറും പുളിയും മാനം അവസാനിക്കില്ലല്ലോ. എന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോന്ന് പറയില്ലേ, അത് കൽപ്പനയല്ല, അത് ഖബറിനാണ്. ആയി സലാത്ത നീ ഇഷ്ടമുള്ളത് ചെയ്തു എന്നർത്ഥം. ഇസ്ലാമിനർത്ഥം സലാത്ത, അപ്പൊ ഖബറായി. ഇനി നിഅമത്തിനെ ഓർമ്മിപ്പിക്കുക, ആ നിലക്കും അമ്ര വരാം. നിഅമത്തിനെ ഓർമ്മിപ്പിക്കുക എന്ന അർത്ഥം കൊണ്ട് ഇൻആമ്, നിഅമത്ത് ചെയ്യുക എന്നല്ല, നിഅമത്തിനെ ഓർമ്മിപ്പിക്കുക, അങ്ങനെ അർത്ഥം ഇൻആമിനുണ്ട്. നിങ്ങൾക്ക് നൽകിയതായ നല്ല കാര്യത്തിൽ നിന്ന് ഭക്ഷിച്ചൊളീന. ഇവിടെ കുലു എന്നില്ല അമ്ര വന്നത് ഇൻആമിനാണ്. ഇവിടെ എന്താ ഇൻആമ്? നിങ്ങൾക്ക് അല്ലാഹു തആല കുറെ തന്നിട്ടുണ്ട്, ആ നിഅമത്തിനെ ഓർമ്മപ്പെടുത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വതഫ്വീൽ, ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിന് അമ്ര വരാം. നീ വിധിച്ചോ, നീ വിധിക്കുന്നവരാണൊക്കെ വിധിച്ചോ, അവിടെ തഫ്വീല. വതഅജ്ജുബി, അത്ഭുതത്തിന് വരാം അമ്ര. ഉൻദുർ കൈഫ ളറബൂ ലകൽ അംസാല, അവർ അങ്ങേക്ക് എത്രയോ ഉദാഹരണങ്ങളാക്കി തന്നിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അത് മഹാത്ഭുതമാണ്. അവിടെ ഉൻദുർ തഅജ്ജുബായി. വതക്ദീബി, കളവാക്കലിലും വരും അമ്ര. അതെങ്ങനെ? ഖുൽ, നബി തങ്ങൾ പറയുക, തൗറാത്ത്, ഈ തൗറാത്ത് നിങ്ങൾ കൊണ്ടുവരൂ. ഫത്ലൂക, ആ തൗറാത്ത് നിങ്ങൾ വായിച്ചു തരൂ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അപ്പൊ ഞാൻ പറയുന്ന കാര്യം കളവും നിങ്ങൾ പറയുന്ന സത്യവുമാണ്, കൊണ്ടുവരൂന്ന്. ഇവിടെ പറയുന്ന അർത്ഥം ഒരു തൗറാത്ത് കൊണ്ടുവരൂല, കൊണ്ടുവന്നാൽ തന്നെ ഒരു വായിച്ചാലും ശരിയാവില്ല, കാരണം തൗറാത്തിൽ ഇല്ലാത്ത കാര്യമല്ല പറഞ്ഞത്. അപ്പൊ ഓരോ കളവാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇവിടെ ഈ വെല്ലുവിളിയും നമ്മളൊക്കെ നടക്കുന്നത്. വൽ മഷൂറത്തി, അതുപോലെ കൂടി ആലോചനക്ക് പറയുന്നത് ഒരുപാട്. ഫൻദുർ മാദാ തറ, ഒരു മുഷാവറ പറയും കൂടിയാലോചനയിൽ. നീ എന്താണോ അഭിപ്രായപ്പെട്ടത്, ആ അഭിപ്രായപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്ക്, നീ എന്താണോ കാണുന്നതും ആലോചിച്ച് നോക്ക് എന്ന് പറയും. അവിടെ ഉള്ളൊരു ആ മഷൂറത്തിനുള്ളതാണ്. വൽ ഇഅ്തിബാരി, പാഠം ഉൾക്കൊള്ളുക എന്ന അർത്ഥത്തിന് മുമ്പ് വരാം. ഉൻദുറു ഇലാ സമരിഹി ഇദാ അസ്മറ, അതിന്റെ പഴത്തിലേക്ക് നോക്കൂ, അത് പഴമുള്ളതായാൽ എന്ന് പറയും. അവിടെ ഇഅ്തിബാർ, ഉൻദുറു, നിങ്ങൾ ആലോചിക്കുന്നു പറയുമ്പോൾ അവിടെ ഈ ഇഅ്തിബാറിനാണ് വന്നത്. ഇങ്ങനെ 26 അർത്ഥങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇനി എണ്ണി നോക്കിയാൽ അത് കിട്ടും, ഇല്ലേ? നോക്കാം. വുജൂബ്, നദ്ബ്, ഇബാഹത്ത്, തഹ്ദീദ്, ഇർഷാദ്, ഇറാദത്തുൽ ഇംതിസാല്, ഇദ്ന്, തഹ്ദീബ്, ഇൻദാറ്, ഇംതിനാന്, ഇക്റാം, തസ്ഖീർ, തക്വീന്, തഅജീസ്, ഇഹാനത്ത്, തസ്വിയത്ത്, ദുആ, തമന്നി, ഇഹ്തിഖാർ, ഖബർ, ഇൻആം, തഫ്വീൽ, തഅജ്ജുബ്, തക്ദീബ്, മഷൂറത്ത്, ഇഅ്തിബാർ. അങ്ങനെ 26 എന്ന് പറഞ്ഞു നമ്മളിവിടെ. അല്ല 26. ഈ 26 അർത്ഥത്തോടെ പറഞ്ഞു കഴിഞ്ഞു. വൽ ജംഹൂറു, എന്നാൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് ഖാലു, അവര് പറയുന്നു, ഹിയ, ഈ അംറ് ഹഖീഖത്തുൻ ബിൽ വുജൂബ്, ഇത്തരം കാര്യങ്ങൾക്ക് വരും. ഇനി ഏതിലാണ് ഹഖീഖത്ത്, ഏതിലാണ് മജാസ്, അതാ പറയാനുള്ളത്. വുജൂബിൽ മാത്രമേ അംറ് ഹഖീഖത്താവുകയുള്ളൂ. ലുഗത്തൻ, ഭാഷാപരമായും, ഔ ശറൻ, അല്ലെങ്കിൽ ശറപരമായി, ഔ അഖലൻ, അല്ലെങ്കിൽ ബുദ്ധിപരമായി. ഈ മൂന്നാല് രീതിയിൽ വുജൂബിൽ മാത്രമേ ഹഖീഖത്താകുള്ളൂ ജംഹൂറിന്റെ വാദം. ഇങ്ങനെ പറയുന്ന മദാഹിബ് പല മദ്ഹബുകളാകുന്നു. എന്നാൽ ഇവിടെ ഇനി ഓരോന്നിനും പറയുന്നു വജുഹു അവരിഹ, ഈ 3 എണ്ണത്തിൽ ആദ്യത്തതിന്റെ വജഹ ലുഗത്തിന്റെ ന്യായം. അസ്വഹീഹി, സ്വഹിയായ, അത് ആദ്യത്തതാണല്ലോ. ഏതാദ്യത്ത്? സ്വഹീഹായ ആദ്യത്തിന്റെ ന്യായം. എന്താ? ഷെയ്ഖ് അബി ഇസ്ഹാഖ് സിറാജി. ആരോടുക്കൽ സഹീഹ്? ഷെയ്ഖ് അബി ഇസ്ഹാഖ് സിറാജിയുടെ അടുക്കൽ സഹീഹായ ആദ്യത്തെ മദ്ഹബിന്റെ ന്യായം എന്താണ്? അന്ന അഖിൽ ലുഗത്തി, ലുഗത്തിന്റെ അഖിലുകാർ, യഹ്കുമൂന, അവര് വിധിക്കും, ബി ഇസ്തിഹ്ഖാഖി മുഖാലിഫി അംരി സയ്യിദിഹി, ഒരടിമ തന്റെ യജമാനന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളാണ്, ആ എതിര് പ്രവർത്തിക്കുന്ന ആൾ ഉടമയാക്കുന്നു. മസലൻ, അതിന് ഉദാഹരണം. എന്തിനെ? ബിക
എന്തുകൊണ്ട് നീ ആ ബിക എന്ന് പറയുമ്പോ അംബിൻ സയ്യിദി മിസ്ലിയ ബിഹ ആ സീറ കൊണ്ട്. അപ്പൊ ആ സീറ കൊണ്ട് എന്തായി? യജമാനൻ കൽപ്പിച്ചു. ആ യജമാനൻ കൽപ്പിക്കുമ്പോൾ ആ യജമാന്റെ അമറിന് എതിർ പ്രവർത്തിക്കുന്നവൾ ഉടമയാക്കുന്നു. എന്തിനെ? ലിൽ ഇഖാബി, ശിക്ഷയെ ഉടമയാക്കുന്നു എന്ന്. ഇങ്ങനെ ഉടമയാക്കുന്നുണ്ട് എന്ന് ലുഗത്തിന്റെ അഹലുകാർ വിധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ലുഗത്തില് എന്താണ് വുജൂബുൽ ഹഖീഖത്ത് എന്ന് പറഞ്ഞത്. ഇനി വസ്താനി രണ്ടാമത്തേത് അൽ ഖായിലു പറയുന്നത് ബി അന്നഹ നിശ്ചയമായിട്ടും ആ സീഗ ലുഗത്തൻ ഭാഷാപരമായി ലി മുജറദി ത്വലബി അത് വെറും തേടലുള്ളതാണ്. ഒരു കാര്യം തേടുക എന്ന് മാത്രമേ അതുകൊണ്ടുള്ളൂ ഭാഷാപരമായിട്ടുള്ളത്. അന്ന ജസ്മഹു ഇനി ആ ത്വലബിന്റെ ജസ്മ് എങ്ങനത്തെ ജസ്മ്? അൽ മുഹഖിഖ ലിൽ വുജൂബി വുജൂബിനെ തഹഖീഖാക്കി തരുന്ന ആ ജസ്മ്. എന്തുകൊണ്ട്? ബി അൻ യതറത്തബൽ ഇഖാബു അല തർക്കി ആ കമ്പ് ഉപേക്ഷിക്കുന്നതിന്റെ മേൽ ശിക്ഷ എന്തായി തുടർന്നു വരും എന്നതുകൊണ്ട് വുജൂബിനെ തഹഖീഖാക്കും. അങ്ങനെ തഹഖീഖാക്കുന്ന ഈ ജസ്മ് ഇന്നമാ യുസ്തഫാദു നിശ്ചയമായിട്ടും അതിനെ മനസ്സിലാക്കപ്പെടുന്നത് എന്തിൽ നിന്നാണ്? മിനശ് ശറഇ ശറഇൽ നിന്നാണ്. ശറ എന്ന് പറയുമ്പോൾ ഔ ഫി അംരിഹി ശറഇന്റെ കൽപ്പനയിൽ നിന്ന്, അല്ലെങ്കിൽ ഔ അവാമിരി മൻ ഔജബ ത്വഅതുഹു അല്ലെങ്കിൽ ഒരുത്തന്റെ കൽപ്പനകളിൽ നിന്ന്. അങ്ങനത്തെ ഒരുത്തൻ ഔജബ ആ ശറഇ നിർബന്ധമാക്കുന്നു ത്വഅതുഹു ആ ഒരുവനെ അനുസരിക്കൽ. അപ്പൊ ശറഇ ആ ഒരുവനെ അനുസരിക്കൽ നിർബന്ധമാക്കുന്നു. അങ്ങനത്തെ ഒരാളുടെ കൽപ്പനയിൽ നിന്നോ അല്ലെങ്കിൽ ശറഇന്റെ കൽപ്പനയിൽ നിന്നോ ശറഇലൂടെ മനസ്സിലാക്കപ്പെടും. അങ്ങനെ മനസ്സിലാക്കി കിട്ടുന്ന ഒന്നാണ് വുജൂബിനെ തഹഖീഖാക്കൽ. തെർക്ക് ചെയ്ത ശിക്ഷ കിട്ടും, തർത്തീബായിട്ട് വരും എന്നതുകൊണ്ട് തഹഖീഖാക്കലാണ് ആ ത്വലബിന്റെ ജസ്മ് എന്ന ആ ഒരു ജസ്മ് വെറും ത്വലബിനുള്ളതാണ് ഭാഷാപരമായി എന്നതുകൊണ്ട് സീഗയെ പറ്റി പറയുന്ന രണ്ടാമത്തെ മദ്ഹബ് അജാബ അത് മറുപടി നൽകി. എന്തുകൊണ്ട്? ബി അന്ന ഹുക്മ അഹ്ലിൽ ലുഅത്തിൽ മദ്കൂർ ലുഗത്തുകാരുടെ പറയപ്പെട്ട വിധി മൗഖൂദും മിനശ് ശറഇ അത് ശറഇൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. എന്തിന്? ലി ഈജാബിഹി അത് നിർബന്ധമാക്കിയതിന് വേണ്ടി അലൽ അബ്ദി അടിമയുടെ മേലിൽ മസലൻ ഒരു ഉദാഹരണമായിട്ട് ആ അംറു ഇജാബാക്കി എന്ത്? ത്വഅത സയ്യിദിഹി അവന്റെ നേതാവിനെ വഴിപ്പെടണം എന്നതിന് നിർബന്ധമാക്കി. അതിനു വേണ്ടി ശറ എന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ് ലുഗത്തുകളുടെ വിധി എന്ന് രണ്ടാമത്തെ ഖൗല് കൊണ്ട് ശറ പ്രകാരം വുജൂബുൽ ഹഖീഖത്താണ് എന്ന് പറയുന്നതിന് മറുപടി പറഞ്ഞു. നിവസാലിസു മൂന്നാമത്തെ ഖൗല് അഖിലല്ലേ. ഓല് പറയുന്നത് ഖാല പറയുന്നു അൻ ഇന്നമാ തുഫീദുഹു ലുഗതൻ ഭാഷാപരമായിട്ട് ഈ സീഗ ഫലം മനസ്സിലാക്കി തരുന്ന ഒന്ന് മിനത്വലബി ആ ഒന്നെന്തിനാലാണ്? തേടുക എന്നതിനാൽ മനസ്സിലാക്കി തരുന്നു. നിയതഅയ്യനു നിർബന്ധമാകും അയ്യകൂനൽ വുജൂബു വുജൂബ് ആവൽ നിർബന്ധമാകും. തഅയ്യ നിർബന്ധമാകുമെന്ന് അയ്യകൂന അതാവൽ എന്താവണം? അൽ വുജൂബ വുജൂബാവൽ നിർബന്ധമായിട്ട് അത് വ്യക്തമായിട്ട് വരും. എന്തുകൊണ്ട്? ലി അന്ന ഹംലഹു അലൻ നജ്ബി ആ അംറിനെ ആ ത്വലബിനെ നദ്ബിന്റെ മേൽ ചുമത്തുക എന്നുള്ളത് യുസയ്യിറുൽ മഅന അതിന്റെ മാന മാറ്റിമറിക്കും. ഇഫ്അൽ ഇൻ ശിഅത എന്നാക്കി മാറ്റും. നീ ഉദ്ദേശിച്ചാൽ ചെയ്തോ എന്ന് വരും. അങ്ങനെ സ്വൽപ്പം ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് വുജൂബന എന്ന് പറയുന്നത്. അപ്പൊ ആ സിയുടെ അർത്ഥം ഇങ്ങനെയായിട്ട് മാറും. വലൈസ ഹാദത്ത് ഖൈദു വാസ്തവത്തിൽ ഈ പറഞ്ഞത് മദ്കൂറൻ ഒരു ഖൈദ് പറയപ്പെട്ട ഖൈദേ അല്ലതാണ്. അപ്പൊ പിന്നെ കോബില ഇതിനോട് നേരിടിക്കപ്പെട്ടു ബി മിഥിലി ഇത് പോലോത്തത് കൊണ്ട് അതിന് നേരിടിക്കപ്പെട്ടു. എന്ത് വിഷയത്തിൽ? ഹംലി അൽ വുജൂബി. അപ്പൊ ഈ അംറിനെ ഈ പറഞ്ഞതിനെ ഇതിനോട് ഇത് പോലോത്തോട് നേരിടിച്ചു ചുമത്തുന്ന വിഷയത്തിൽ എവിടെ? അൽ വുജൂബി വുജൂബിന്റെ മേൽ ചുമത്തുക എന്നതിന് മേൽ നേരിടുക. ബുദ്ധിപരമായിട്ട് പറയാം. ഫഇന്നഹു അങ്ങനെ വരുമ്പോ അപ്പൊ ഈ ത്വലബ് യുസയ്യിറുൽ മഅന അപ്പൊ ഈ സീഗയുടെ അർത്ഥത്തെ അത് മാറ്റും. ഇഫ്അൽ നീ ചെയ്യ് മീൻ വൈരി തജ്വി തർക്കിൻ ഉപേക്ഷിക്കൽ ജായിസാക്കൽ ഇല്ലാതെ നീ ചെയ്യുന്നു പറയും. ഇങ്ങനെ വരുമ്പോ മൂന്നാം ഖൗല് അഖിദ് പ്രകാരം വുജൂബിൽ തന്നെയാണ് ഹഖീഖത്ത്.
അപ്പൊ വുജൂബിൽ തന്നെയാണ് ഈ അംറിന്റെ സീഗ ഹഖീഖത്ത് എന്ന് പറയുന്നത്. ജുംഹൂറും പറയും അത് ലുഗത്തുപരമായിട്ട് വരാം, ശറപരമായിട്ട് വരാം, അഖീദപരമായിട്ടും വരാം. ശറവിന്റെ രീതിയും ലുഗത്തുവിന്റെ രീതിയും അഖീദുവിന്റെ രീതിയും ഇപ്പൊ പറഞ്ഞത് ഇങ്ങനെ മൂന്നും പറഞ്ഞു. എന്നാൽ ജുംഹൂർ അങ്ങനെ പറഞ്ഞെങ്കിലും ജുംഹൂറിന്റെ എതിര് പറയാണ്ട് ഇവിടെ വക്കീല പറയപ്പെട്ടിട്ടുണ്ട് ഈ ഹഖീഖത്തും ബിന്നദ്ബി, ഈ സീഗ അംറിന്റെ സീഗ നദ്ബിൽ ഹഖീഖത്താണ്. കാരണം ലിഅന്നഹു അൽ മുതയഖിനു മിൻ ഖിസ്മി ത്വലബി, അംറ് കൊണ്ട് ത്വലബ ഉണ്ടാവുന്നത്. ത്വലബിന് 2 ഓഹരി ഉണ്ടാവും. ആ 2 ഓഹരി തയഖീനുള്ളത് എന്താ, തയഖുള്ളത് ഏതാണ്, നദ്ബല്ലേ. അതുകൊണ്ടാണ് നദ്ബിൽ ഹഖീഖത്ത് എന്ന് പറഞ്ഞത്. വഖാല അബു മൻസൂർ മാതുരിദി മിനൽ ഹനഫിയ്യ, ഹനഫി മദ്ഹബിൽപ്പെട്ട അബു മൻസൂർ മാതുരിദി എന്ന് പറയുന്ന നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ സരണിയിലെ 2ാമത്തെ വിശ്വാസ സരണിയുടെ നേതാവായ മഹാനവർ പറയുന്നു, ഈ അംറിന്റെ സീഅ മൗനൂഅത്തുൻ നിശ്ചയിക്കപ്പെട്ടതാണ്. എന്തിന്, ലിഖദ്രിൽ മുസ്തറകി ബൈനഹുമാ, വുജൂബ് നദ്ബ്. ഇങ്ങനെ തർക്കിക്കാൻ നിൽക്കണ്ട, നമുക്ക് ഏറ്റവും നല്ല ഇങ്ങനെ പോവുക എന്നാണ് മൂപ്പര നയം. വുജൂബ് നദ്ബ് ഇത് രണ്ടിന്റെയും കൂടി ഇടയിൽ കൂറാവുന്ന ഒരു ഖദ്റുണ്ട്. ആ ഖദ്റിന് വെച്ചാണ്. ആ ഖദ്ർ ഏതാ, ഓവൽ ഹുമാ എന്ന് പറഞ്ഞാൽ ബൈനൽ വുജൂബി വൻ നദ്ബിനാ. ഖദ്ർ ഏതാ, ഓവ ത്വലബു. തേർഡ് വുജൂബിലായാലും ത്വലബുണ്ട്, നദ്ബിലായാലും ത്വലബുണ്ട്. അപ്പൊ ത്വലബ് എന്ന കാര്യം തർക്കമൊന്നുമില്ലല്ലോ. അപ്പൊ വുജൂബ് മന്ദൂബ് ഇത് രണ്ടിന്റെ ഇടയിൽ കൂറായി വരുന്ന ത്വലബുണ്ട്. ആ ത്വലബാണ് ഖദ്ർ മുസ്തറക്ക്. അതിനാണ് വെക്കപ്പെട്ടതാണ്. അതെന്തിനാ അങ്ങനെ വന്ന് ഹദറമിനെ ഇഷ്തിറാക്കി മജാസി അങ്ങനെ വന്നില്ല എങ്കിൽ കൂറാവുക രണ്ടിന്റെ ഇടയിൽ മജാസും വരും കൂറാവിലും വരും. ഇത് രണ്ടും നടക്കാൻ പറ്റൂല. അത് പേടിച്ചതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മാലുകാവി കൊല്ലി മിൻഹുമ വുജൂബ് നദ്ബ്, ഇവ രണ്ടും എല്ലാത്തിലും ആ അംറിന്റെ സീ ഉപയോഗിക്കുക. മിൻ ഹൈസി ഇന്നഹു ത്വലബുൻ, അത് ത്വലബാണ് എന്ന് മാത്രം നോക്കുക. ആ ഹൈസിയത്ത് വെച്ച് നോക്കുമ്പോൾ എന്താവും, ഇസ്തിമാൽ ഹഖീഖിയ്യൻ, അത് ഓരോന്നും നോക്കുമ്പോൾ ഹഖീഖിയ ഇസ്തിമാലാണ്. തർക്കിക്കാനൊന്നും പ്രയാസമില്ലല്ലോ എന്നാ. വൽ വുജൂബു, പിന്നെ വുജൂബ് എന്ന് പറഞ്ഞാൽ ത്വലബുൽ ജാസിമോ, അവിടെ ത്വലബ് ജാസിമായിരിക്കും, അത് ഉറപ്പാ, കട്ടായമായിരിക്കും, അത് മാറ്റണ്ടാവില്ല. അത് ത്വലബുൽ ജാസിം, അതാണ് വുജൂബ്. ഏതുപോലെ ഈജാബ് പോലെ തഖൂലു, നീ പറയാ മിൻഹു വജബ കദാ, അവരിൽ നിന്ന് ഇന്നത് വാജിബായി എന്ന് പറയാലോ. ആ വാജിബ് എന്ന് പറയുമ്പോൾ ഈജാബില്ലേ എന്നതുപോലെ ഒരു ജാസിമു ത്വലബാണ് വുജൂബിനുള്ളത്. എന്ന് പറഞ്ഞാൽ ഐ തുലിബ, തേടപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അവിടെ ഉജബ എന്ന് പറഞ്ഞാൽ ഒജബ എന്ന് പറഞ്ഞാൽ തേടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവരിൽ നിന്ന് ഉജിബ കഥ ഇന്നാലിന് നിർബന്ധമാക്കപ്പെട്ട തുലിബ തേടപ്പെട്ടു. ബിൽ മഖൂലിന് വേണ്ടി എടുത്തുകൊണ്ടാണ് പറയുന്നത് ഉജിബ. അപ്പൊ ഈ തുലിബ ത്വലബൻ ജാസിമൻ എന്നായ അർത്ഥം. ഇതാണ് വുജൂബ്. ഈ നിലപാടിലൂടെയാണ് നദ്ബാകുമ്പോ ത്വലബ് ജാസിം ഇല്ല. എന്നാൽ വഖീല, ഇനി ഒരു ഖീല പറയുന്നത് ഹിയ ഈ പറയുന്ന അംറിന്റെ സിഅ മുശ്തറകത്തും ബൈനഹുമാ, നദ്ബ് വുജൂബ് ഇതിന്റെ ഇടയിൽ രണ്ടിനും കൂറാക്കപ്പെട്ട പദമാണ്, രണ്ടിനും പറ്റുന്നതാണ്. വതവഖഫൽ ഖാദി അബൂബക്കർ ബാഖില്ലാനി വൽ ഗസാലി വൽ ആമുദി ഫീഹാ, ഇത്തരം വിഷയങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ആമുദി ഇമാമും ഗസാലി ഇമാമും അബൂബക്കർ ബാഖില്ലാനി ഖാദി അവരുകളൊക്കെ തവഖുഫ് വഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ അഭിമാന ലം യദുറു, അവർ അറിഞ്ഞിട്ടില്ല അഹിയ ഹഖീഖത്തും ബിൽ വുജൂബി അം ബിൻ നദ്ബി അം ഫീഹിമ. ഒരു കൂട്ടർ പറയുന്നത് വുജൂബിലാണ്, ഒരു കൂട്ടർ പറയുന്നത് നദ്ബിൽ ഹഖീഖത്ത്, മറ്റൊരു കൂട്ടർ രണ്ടിലും പൂറായെന്നൊക്കെ പറയുന്നു. ഇത്തരൊരു വിഷയത്തിലൊന്നും അവരൊന്നും വേണ്ടിയിട്ടില്ല, അവരറിഞ്ഞിട്ടേ ഇല്ല. അതാണ് തവഖുഫ്. അവിടെ അങ്ങനെ ഒരു പോകുന്നു. പ്രമുഖന്മാരായ 3 ആളുകളും അത്തരൊരു വിഷയം ചർച്ച ചെയ്യുന്നില്ല. വഖീല പറയപ്പെട്ടിട്ടുണ്ട് ഹിയ ഈ സിഗ അംറിന്റെ സിഗ മുശ്തറകത്തും ഫീഹിമാ വഫിൽ ഇബാഹത്തി, അംറ് അല്ല വുജൂബ് നദ്ബ് ഇബാഹത്ത് ഇത് 3നും കൂറാക്കപ്പെട്ടതാണ്. തീരെ അങ്ങനെ കേറി പോവുകയാണ്. വഖീല പറയപ്പെട്ടിട്ടുണ്ട് ഈ ആദിഹി സലാസത്തി വത്തഹ്ദീദി, വുജൂബ് നദ്ബ് ഇബാഹത്ത് തഹ്ദീദ് ഇവ 3ലും തഹ്ദീദിലും എന്താണ് കൂറാക്കപ്പെട്ട പദമാണ് എന്ത്, അംറിന്റെ സിഗ എന്നും പറയുന്നു. എന്നാൽ വഫിൽ മുഖ്തസരി, മുഖ്തസറില്
ഖൗലുൻ. മുഖ്തസറിലുണ്ട് ഖൗലുൻ ഒരു വാക്ക്. എന്താണ്? അന്നഹ നിശ്ചയമായിട്ടും ഈ സീഗ ലിൽ ഖദ്രിൽ മുസ്തറഖ് ബൈന സലാസതി, മൂന്നിന്റെയും ഇടയിൽ, ഇത് മൂന്നിന്റെയും ഇടയിൽ ഒരു ഖദ്ർ മുസ്തറക്കിനുള്ളതാണ് എന്നാണ്. മുസ്തറക്കല്ല, ഖദ്ർ മുസ്തറക്കനാണ്. ഖദ്ർ മുസ്തറക്ക് എന്താ? മുഖ്തസറുമായ ഖൗലിൽ പറയുന്ന വ്യാഖ്യാനം അല്ലീദിനു ഫിൽ ഫീലി, ചെയ്യാൻ പറ്റുന്നതിൽ ഇതിന്, ആ ഇതിന് മൂന്നിലുണ്ട്. വുജൂബിലുണ്ട്, അതുപോലെ തന്നെ നദ്ബിലുണ്ട്, ഇബാഹത്തിലുമുണ്ട്. ഇത് മൂന്നിലൂടെയും ഒരു ഖദ്ർ മുസ്തറക്കാണ് ഇതിനും ഫിൽ ഫീൽ എന്ന് പറഞ്ഞു. അതിൽ ഉള്ള ഒന്നാണ് ഈ അംറസി എന്ന് മുഖ്തസറിൽ കാണുന്നുണ്ട്. വ തറക്കുൽ മുസന്നിഫു, മുസന്നിഫ് ആ ഖൗല് ഉപേക്ഷിച്ചു, ഇവിടെ കാണുന്നില്ല, അത് കൊണ്ടുവന്നില്ല. എന്തുകൊണ്ട്? ഈ ഖൗലിഹി, മുസന്നിഫിന്റെ വാക്കുണ്ടായത് കൊണ്ട്, ലാ നഅരിഫു ഫീ ഗൈരിഹി, മുഖ്തസറിൽ അല്ലാതെ ഈ ഒരു വിഷയം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുസന്നിഫ് ഇവിടെ ഒന്നും കൊണ്ടുവരാനൊക്കെ കളഞ്ഞു പോയത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വഖാല അബ്ദുൽ ജബ്ബാർ ഇബ്നുൽ മുഅ്തസിലത്തി, ഇയാളെ മുതലുള്ള ആളുകളെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. പല ആൾക്കാർക്കും ഇനിയും സംസാരമുണ്ട് അബ്ദിനെ കുറിച്ച്, സിയായെ കുറിച്ച്. ഇൻഷാ അല്ലാഹ് അതാണ് നമുക്ക് ചർച്ച. ഇതുവരെ ചർച്ച ചെയ്തു, അതൊക്കെ മനസ്സിലാക്കിയിട്ട് എവിടെയൊക്കെ ഖഫായെങ്കിൽ അല്ലെങ്കിൽ പിഴവെങ്കിൽ തിരുത്തണം, ചോദിക്കണം, നമ്മൾ ചർച്ച ചെയ്യണം ഇൻഷാ അല്ലാഹ്.